നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ട്രേഡ് സെറ്റപ്പും അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ലെവൽസും ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണുള്ളത്. അപ്പൊ നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഒക്കെ നെഗറ്റീവ് ആണ്. അപ്പം ആ ഒരു സെന്റിമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നാളത്തെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ലോങ് സൈഡിലേക്ക്, ലോങ് എൻട്രിയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് 24,858 എന്ന് പറയുന്ന ലെവലാണ്. ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു ഗ്യാപ്പ് ആണ്. കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പം ഈ ഒരു ലെവൽ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് എന്താണ് ഈ ഒരു ലെവൽ 24,963 ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് മാറാം. ഓക്കെ, ഇനിയിപ്പം ആ ഗ്ലോബൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് സൈഡിലേക്കാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഞാൻ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് 24,658 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പൊ ആ ഒരു ലെവൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഒരു 24,500 ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ലെവലൊക്കെ നമ്മുടെ മൈൻഡിൽ വെക്കുക. അപ്പം 24,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ആ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് 24,200 മുതൽ ഈ ഒരു 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 സോണാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലാണ്. അപ്പം 24,200 മുതൽ 24,144 വരെയുള്ള ഏരിയ എന്താണ് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പം നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ആ ഒരു ലെവലിൽ എത്തുവാണെങ്കിൽ അവിടെ നിന്നൊക്കെ റിവേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റിന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ്. മാർക്കറ്റ് നല്ല രീതിക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുക. ബാങ്ക് നിഫ്റ്റി സെയിം ഡയറക്ഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.